കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂ വേണ്ടി ഉണ്ടായിരുന്നു. ഇന്ത്യൻ എക്സ്പ്രസിന് കൊടുത്തൊരു ഇൻ്റർവ്യൂ ആയിരുന്നു. അവിടെ വന്ന എൻ്റെ പരാമർശങ്ങൾ വെച്ചിട്ടാണ് ഇപ്പം ലിജോ ഒരു പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്ക് ഉണ്ടായ മനോവിഷമത്തിൽ ലിജോ പോസ്റ്റ് ഇട്ടു. ഞാൻ 5 ലക്ഷം രൂപയുടെ വാങ്ങിയതിൻ്റെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തല്ല, എൻ്റെ മനോവിഷമം എന്താണെന്നുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി മാത്രം പറയുന്നതാണ്. ചുരുളി എന്നുള്ളൊരു സിനിമയ്ക്കെതിരെയോ ചുരുളിയിലെ കഥാപാത്രത്തിനെതിരെയോ ഒന്നും ഞാൻ എതിരല്ല. കാരണം എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു കൾട്ട് ക്യാരക്ടർ തന്നെയാണ് ചുരുളി എന്നുള്ള സിനിമയിലെ അഭിനയം. ഇത് വേറൊരു ടെക്സ്റ്റിൽ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഞാൻ ആ സിനിമയിൽ അഭിനയിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോസഫ് പൊറിഞ്ചു എന്നുള്ള സിനിമകൾ കഴിഞ്ഞിട്ട് എനിക്ക് അന്ന് കിട്ടിയ എൻ്റെ ഏറ്റവും വലിയ ഇതായിരുന്നു, ബ്രേക്കായിരുന്നു ജോസഫും ആ പടങ്ങളൊക്കെ. അപ്പോൾ ഒരുപാട് അവസരങ്ങളുള്ള ഒരു സമയത്ത് എനിക്ക് എൻ്റെ ആഗ്രഹമാണ് ആ സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളത്, ലിജോൻ്റെ കൂടെ വർക്ക് ചെയ്യണം എന്നുള്ളത്. അതൊരു സൗഹൃദം, അവരൊക്കെ ആയിട്ടുള്ള സൗഹൃദം തന്നെയാണ് ആ സിനിമയിൽ എത്തിച്ചിട്ടുള്ളത്. ആ സൗഹൃദത്തിൻ്റെ പുറത്താണ് ആ സിനിമ ചെയ്തത്. ആ സിനിമ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയ, എനിക്ക് മനസ്സിലായ, എന്നോട് കിട്ടിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിനിമ ഒരു ഫെസ്റ്റിവലിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിനിമയാണ്. പക്ഷേ പ്രത്യേകിച്ച് അന്ന് തെറിയുള്ളൊരു സിനിമ ഫുൾ ഉപയോഗിച്ചുകൊണ്ട് തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നു, OTT റിലീസ് ചെയ്യുന്നു, അങ്ങനെയുള്ളൊരു കാര്യത്തെക്കുറിച്ച് ഡിസ്കഷനേ ഇല്ല. അപ്പം അത് ഫെസ്റ്റിവലിന് അയക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളതാണ് സംഭവിച്ചത്. അതുകൊണ്ടാണ് അത്ര ഫ്രീഡത്തിൽ ഞാൻ തെറി പറയുന്ന ഒരാളാണ്. തെറി പൊതുസമൂഹത്തിലുള്ള കാര്യമാണ്. ഇതെല്ലാവരും ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ പേരുള്ള വിഷയങ്ങളൊന്നും അല്ല ഇവിടെ നടന്നത്. ഞാൻ കാര്യത്തിലോട്ട് വരാം. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് ഫെസ്റ്റിവലിന് വേണ്ടി ഷൂട്ട് ചെയ്തൊരു സിനിമ, പിന്നീട് അത് വന്നത് ഞാൻ തിയേറ്ററിൽ നിന്നാണ് പറഞ്ഞത്. ഞാൻ ഉദ്ദേശിച്ചാൽ പൊതുസമൂഹത്തിൻ്റെ ഉള്ളിൽ നിന്നാണ്, OTT വന്നത്. അത് രണ്ടും സെയിം ഇമ്പാക്റ്റ് തന്നെയാണ് ഉണ്ടാക്കിയത്. തെറിയുള്ള വേർഷനാണ് വന്നത്. IFFK നിങ്ങൾ സിനിമ കണ്ടവർ, ചുരുളി കണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. തെറി ഇല്ലാത്തൊരു വേർഷനാണ് IFFK നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്, ലിജോ എന്നെ കൊണ്ട് ഡബ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് തെറി ഇല്ലാത്ത ഒരു വേർഷൻ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. പക്ഷേ IFFK അന്നിട്ട് ഫെസ്റ്റിവലിനൊന്നും ആ വേർഷൻ, തെറിയുള്ള വേർഷൻ പോലും IFFK വന്നില്ല. പിന്നീട് പൈസ കൂടുതൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവരത് OTT വിട്ടു, തെറിയുള്ള വേർഷൻ. അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായൊരു സമയത്താണ് ആ സിനിമ ഇറങ്ങുന്നത്. കാരണം ഞാൻ ഒരു റോഡ് ബ്ലോക്കുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം ഉണ്ടായിട്ട് ആകെ തവിട് പൊടിയായി ഞാൻ രക്ഷപ്പെട്ട് വരുന്ന സമയത്ത്, അതായത് ഒരു മാസം കഴിഞ്ഞ് അതൊന്ന് ഉറങ്ങുന്ന സമയത്ത്, തീരുന്ന സമയത്ത് ആ സിനിമ മാർക്കറ്റ് ചെയ്യപ്പെടുന്നത് എൻ്റെ തെറി വെച്ചിട്ടാണ്. പിറ്റേ ദിവസം രാവിലെ മുതൽ എൻ്റെ തെറിയായിരുന്നു ഫുൾ ഇത് വന്നത്. ഇതൊക്കെ അങ്ങനെ നടന്നു. ആ സിനിമ റിലീസ് ആയതെല്ലാം പോയി. ആ സിനിമ വിറ്റ് കഴിഞ്ഞപ്പം ഞാൻ ഇവരുടെ ബന്ധപ്പെട്ട ആളുകളെ ഞാൻ വിളിച്ചിരുന്നു. എൻ്റെ സാലറിയുടെ കാര്യം ഞാൻ ചോദിച്ചിരുന്നു എന്നുള്ള സത്യമാണ്. അത് എൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ, ആ തെറി പറഞ്ഞതിന് ശേഷം എനിക്കിതൊരു കേസ് വന്നു. ഇന്ന് ലിജോ പോസ്റ്റ് ഇട്ടു. ഈ നിമിഷം വരെ എന്നെ, അതിന് തൊട്ട് മുമ്പ് വരെ ഒരാൾ പോലും എന്നെ വിളിച്ചിട്ട് എനിക്കുണ്ടായ വിഷയങ്ങൾ എന്താണ് എന്നുള്ളത് ചോദിച്ചിട്ടില്ല. പിന്നെ ഞാൻ കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ ഇത്രയും വർഷത്തിന് ശേഷം അത് എന്തുകൊണ്ട് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ മക്കൾ പുതിയ സ്കൂളിലോട്ട് മാറി. അപ്പം സ്കൂളിൽ ചെല്ലുമ്പോൾ ആദ്യം എൻ്റെ മോളോട് സംസാരിച്ച ഒരു കുട്ടി സംസാരിച്ച ആദ്യത്തെ കാര്യം ട്രോള് കാണിച്ചു കൊടുത്തിട്ട് ഞാൻ പറയുന്നത് തെറിയാണ്. എൻ്റെ മോൾ എന്നോട് വന്ന് പറഞ്ഞൊരു കാര്യമാണ്, അപ്പം ആ സിനിമയിൽ അഭിനയിക്കരുതായിരുന്നു. അത് ആ കുട്ടിയുടെ അഭിപ്രായമാണ്. കാരണം എന്താ വെച്ചാൽ, ഇത് ഇങ്ങനെ വരുമെന്ന് ഇപ്പോഴും ഞാൻ പറയുന്നത്, ഞാനിത് ഇങ്ങനെ ഒരു റിലീസ് ചെയ്യുന്നൊരു കാര്യമായിരുന്നു, ഞാൻ ചെയ്യില്ലായിരുന്നു. അത് അങ്ങനെയാണെന്ന് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്തത്. പിന്നെ അത് പറഞ്ഞതിൽ എനിക്ക് റിഗ്രറ്റ് ഒന്നുമില്ല. ഞാൻ അഭിനയിച്ച ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ആ സിനിമയോ ലിജോ എന്ന കലാകാരനെയോ ഇത് സൗഹൃദത്തിൻ്റെ മേലെ ഉണ്ടായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഞാൻ 5 ലക്ഷം രൂപയ്ക്ക് ആ സിനിമയിൽ അഭിനയിച്ച് തീർത്തോളാം എന്ന് പറയുന്നൊരു എഗ്രിമെൻ്റ് ഉണ്ടാവണമല്ലോ അവർക്ക് എല്ലാവരുടെ കയ്യിൽ. തീർച്ചയായിട്ടും ഈ തുണ്ട് കടലാസിൻ്റെ ഒപ്പം ആ എഗ്രിമെൻ്റ് കൂടി പുറത്തു വിടണം. കാരണം ഞാൻ അദ്ദേഹത്തിന് ഈ സിനിമ ഈ പൈസയ്ക്ക് അഭിനയിച്ച് കൊടുത്തോളാമെന്നും അതായിരുന്നു എൻ്റെ ശമ്പളമെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പുറത്തു വിടണം, ഞാൻ വീണ്ടും നാറണം. പക്ഷെ ഇതല്ല. അതുപോലെ തന്നെ കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ പേരിൽ ഒരു ട്രോള് ഇറങ്ങി നടക്കുന്നുണ്ട്. എന്നെ ആരും പ്രശംസിക്കുന്നില്ല, എനിക്കാരും കൈയടിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ആ ഇൻ്റർവ്യൂ പറഞ്ഞത് പരസ്പരം കൺഗ്രാജുലേറ്റ് ചെയ്യുന്ന ഒരു വർക്ക് സ്പേസിനെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. എന്നെ 20 വർഷം ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് നടന്ന സമയത്തൊന്നും ഒരാൾ മോട്ടിവേറ്റ് ചെയ്തിട്ടോ മോട്ടിവേഷൻ ക്ലാസ്സിന് പോയിട്ടോ ഒന്നുമല്ല എനിക്ക് പരാതി പറയാൻ പോലും ഒരാളുണ്ടായിട്ടില്ല. അപ്പം ഞാൻ എൻ്റെ ജീവിതം അങ്ങനെയാണ് കൊണ്ടുപോയിട്ടുള്ളത്, ഒരു സർവൈവൽ പോലെയാണ് കൊണ്ടുപോയിട്ടുള്ളത്.
കാര്യങ്ങൾ ഇങ്ങനെ എപ്പോഴും പൊരുതലാണ് എൻ്റെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും പൊരുതുക കയറി വരിക എന്നുള്ളത്. ഇതാണ് എനിക്ക് പറയാനുള്ള മെയിൻ കാര്യം. അതിൽ സാമ്പത്തികത്തിൻ്റെ കാര്യം ഇതൊന്നുമല്ല. ആ സമയത്ത് ഞാൻ ആ പൈസയ്ക്കാണോ അല്ലെങ്കിൽ അതായിരുന്നു എൻ്റെ എഗ്രിമെൻറ്റ് പുറത്ത് വിടണം. തീർച്ചയായിട്ടും ഈ തുണ്ടുകടലാസല്ല വിടേണ്ടത്. ഞാൻ 5 ലക്ഷം രൂപയ്ക്ക് ലിജോൻ്റെ സിനിമ പിന്നെ 3 ദിവസം എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നു. ഞാൻ ആ പൈസയ്ക്കാണ് അഭിനയിക്കാൻ തീരുമാനിച്ചതെന്നുള്ള എഗ്രിമെൻ്റ് ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും അതും കൂടി വിട്ട് ഞാൻ കുറച്ചും കൂടി നാട്ടിക്കാം എന്നെ. അതല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല ഇതിൽ. ഏത് അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഇത് പൂർണ്ണമായിട്ടും ഫെസ്റ്റിവൽ എന്നുള്ളൊരു കാര്യത്തിന് വേണ്ടിയാണ് ആ സിനിമ എൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ ആരും അന്ന് ധൈര്യപ്പെടുക പോലുമില്ല. പക്ഷെ ആ ഒരു ലിജോൻ്റെ തോട്ടും ആ സിനിമയുടെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഉണ്ടായിരുന്ന എക്സൈറ്റ്മെൻ്റ് ഒക്കെ തന്നെയാണ് ആ സിനിമയിലോട്ട് വന്നത്. പക്ഷെ അത് പോകുന്നത് എങ്ങോട്ടാ? ഒരു ഫെസ്റ്റിവലിലോട്ടാണ്. ബാക്കി നമുക്ക് വേറൊരു ഫോമുണ്ട്. നിങ്ങൾ IFFKയിൽ അവരത് പ്രദർശിപ്പിച്ചില്ല. അവിടെ അത് പ്രദർശിപ്പിച്ചിരുന്നെങ്കിൽ ഇതൊന്നുമില്ല കാര്യം. ഞാൻ ഇതിനെക്കുറിച്ചിട്ട് സംസാരിക്കാൻ പോലും വരില്ല. IFFKയിൽ തെറിയില്ലാത്ത വേർഷൻ പ്രദർശിപ്പിച്ചു. അതിനുശേഷം തെറി ഉള്ളത് പുറത്തു വന്നു. അപ്പോൾ ഇത് ഞാനിതിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ സഫർ ചെയ്ത ഒരാളാണ് ഞാൻ. എന്നെ വിളിച്ചിട്ട് എടാ ഓക്കെ അല്ലേ എന്നൊരു വാക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സംസാരമില്ല. ഇത് പൈസയുടെ ഒരു പ്രശ്നമായിട്ടോ കാര്യമല്ല. പൈസ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, ഈ 2 പടം ചെയ്തിട്ട് എനിക്ക് അത്രയും ഓഫറും പൈസയും കിട്ടുന്ന ഒരു സമയത്ത് ഞാൻ ഈ സിനിമ ചെയ്ത് എന്തായിരിക്കും? എൻ്റെ സൗഹൃദം, എൻ്റെ സിനിമ എന്ന് പറഞ്ഞ സൗഹൃദമല്ലേ. അങ്ങനെ ഒരു സിനിമ ഉണ്ടാവുന്നു, ഭയങ്കര ഒരു ക്യാരക്ടർ ചെയ്യുന്നു, ഭയങ്കര ഫ്രീ ആയിട്ട് ഇങ്ങനെ എനിക്കിങ്ങനെ ഞാൻ അങ്ങനെ അഭിനയിക്കാൻ പറ്റിയാൽ എനിക്കിതൊരു വേറൊരു കാര്യമാണ്. പക്ഷേ ഇത് എഫക്റ്റ് ആവുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഭീകരമായിട്ട്. കാരണം ആ കോൺഗ്രസിൻ്റെ ഒരു വിഷയം കഴിഞ്ഞതിന് ശേഷം ഈ തെറിയുടെ ഒരു വിഷയം വന്നു. അതൊരു മാസം ഞാൻ അനുഭവിച്ചത് എന്താണെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. പക്ഷേ ഇതിലൊന്നും അറിയാത്ത ഇപ്പം എൻ്റെ ഫാമിലി ഭയങ്കരമായിട്ട് ഇപ്പോൾ പിള്ളേർ വലുതായി കഴിഞ്ഞപ്പോൾ ഈ കാര്യം പറയാം. കാരണം ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഞാനിപ്പോൾ അടുത്തൊരു ട്രോള് കണ്ടതാ, വയനാട്ടിൽ കടുവ ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് ന്യൂസ് വന്നിട്ട് കടുവേനെ നോക്കുമ്പോൾ കടുവ എൻ്റെ തെറിയ പറയുന്നത്. മറ്റവിടെ ആന ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് ആന ഇങ്ങനെ നോക്കുന്ന ഒരു സ്റ്റില്ലിട്ടിട്ട് ആനയുടെ അടുത്ത് എന്താ ചോദിച്ചിട്ട് എൻ്റെ ഡയലോഗാണ് വരുന്നത്. അതങ്ങനെ വന്നുകൊണ്ടിരിക്കും. പക്ഷേ ഇത് എന്നെ എഫക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിത് കാണുന്നത് ഞാൻ വേറെ കാഴ്ചപ്പാടില്ല. ഇത് എൻ്റെ ഫാമിലിയെ എഫക്റ്റ് ട്രിഗർ ചെയ്തപ്പോൾ എൻ്റെ മോള് പറഞ്ഞപ്പോൾ എനിക്ക് എഫക്റ്റ് ചെയ്തു. അത് ട്രിഗർ ചെയ്തതിൻ്റെ പിന്നാലെ ഈ ഒരു ഇൻ്റർവ്യൂ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അതിലിരുന്നിട്ട് അതങ്ങ് പറഞ്ഞു പോയി. ഞാനത് പറഞ്ഞു. അല്ലെങ്കിൽ ആ മാറ്റർ ഇപ്പോഴും എൻ്റെ ഉള്ളിൽ, ഞാനിത് എത്രയോ പേരോട് സംസാരിച്ചിട്ടുള്ളത്. ഞാൻ ഈ സാമ്പത്തിക കാര്യം ഇവരുടെ എല്ലാവരുടെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുള്ളത് എപ്പോൾ ഈ സിനിമ വിറ്റ് ഭീകരമായ ലാഭം വന്നതിന് ശേഷം മാത്രം. അതിനു മുമ്പ് വരെ സംസാരമില്ല. ഇതൊരു ഫെസ്റ്റിവൽ പടമാണ്, ടോക്കില്ല. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.